ഹായ് ഗായ്സ്, ദേണ്ടിരിക്കുന്നത് അവിടെ രണ്ട് മധുരക്കിഴങ്ങുകൾ. എന്നാ പിന്നെ ദതിനെ വെട്ടിക്കണ്ടിച്ച് പുഴുങ്ങി തിന്നാം. അതെന്തിനാന്ന് ചോദിച്ചാൽ ചുമ്മാതിരിക്കാൻ തീരെ നേരമില്ലാത്തതുകൊണ്ട്. തോനെ ഉള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തർക്ക് ഓരോ കഷ്ണം കിട്ടുമെന്ന് വിചാരിക്കാം. പിന്നെ ദേണ്ട ഈ കാണുന്ന അടി അതിവിടെ സ്ഥിരം ഉള്ളതാണ്. നിങ്ങൾ ഇതിലില്ല കണ്ടോണ്ട് നിന്നാ മതി. അങ്ങനെ ദതിനെ വെട്ടിക്കണ്ടിച്ച് ഉപ്പിട്ട് അടുപ്പിക്ക് ഇട്ടിട്ടുണ്ട്. ഇനി തൊട്ടുകൂട്ടാൻ മുളക് ഉടക്കണമല്ലോ. കാന്താരിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് പുളിയിൽ ചാലിച്ചെടുത്താൽ തൊട്ടുകൂട്ടാനായി. കല്ലി ചതച്ചെടുത്താൽ മതിയായിരുന്നു. ഇതൊരുമാതിരി ചമ്മളിയായിപ്പോയി. ഈ മണക്ക് പുഴുക്ക് കൊണ്ട് വിശപ്പ് മാറില്ല. അതുകൊണ്ട് നമുക്കൊരു കാട്ടിക്കൂട്ടി ചിക്കനും വെക്കാം. മഞ്ഞ, മുളക്, മസാല, കുരുമുളക്, ഉപ്പിട്ട് ചിക്കൻ വേവിച്ചെടുക്കാം. ചട്ടിയിൽ കടുവറുത്ത് കുനുകുന അരിഞ്ഞ സവാള ഇട്ട് വഴട്ടാം. ശേഷം തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് കമഴ്ത്തി കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് വറ്റിച്ചെടുക്കാം. പിന്നെ അങ്ങോട്ട് പൊടി വാറ്റലാണ്. മഞ്ഞ, മല്ലി, മുളക്, കുരുമുളക്, മസാല കിണ്ടി വഴട്ടി വേവിച്ച ചിക്കനും ഇട്ട് ഉയിര് പോകും വരെ കിണ്ടണം. ചിക്കന്റെ ഓജസും തേജസും കണ്ണു തള്ളി കഴിയുമ്പോൾ മല്ലിയിലിട്ട് കറി വാങ്ങാം. എല്ലാവർക്കും പങ്കുവെച്ച് കഴിഞ്ഞ് 4 കഷ്ണം മധുരക്കിഴങ്ങ് എന്റെ പ്ലേറ്റിൽ. മുളകുടച്ചതിൽ മുക്കി അത് മിണിങ്ങിയെങ്കിലും വിശപ്പടങ്ങിയില്ല. പിന്നെ തട്ട് ദോശയും കൂട്ട് ചിക്കനും മിണിങ്ങിയപ്പോഴാണ് മനസ്സിന് സമാധാനമായത്. അപ്പൊ പിന്നെ ബൈ ബൈ.